ബിഗ് ബോസ് മലയാളം സീസൺ 6 ലാലേട്ടൻ എപ്പിസോഡ് ആദ്യത്തെ അരമണിക്കൂർ വറച്ചട്ടിയിലിട്ട് പവർ ടീമിനെയും HR മാനേജറായിട്ടുള്ള ക്യാപ്റ്റനെയൊക്കെ പൊരിച്ചടുക്കുകയായിരുന്നു. അത് 3 പേര്, ലാലേട്ടനാണ് സാധാരണ ചെയ്യാറ്, പക്ഷേ ലാലേട്ടൻ്റെ കൂടെ ശ്വേതയും സാബുവും ചേർന്നു. ഓരോരുത്തർ വ്യക്തിപരമായിട്ട് അവർ ചെയ്ത കാര്യങ്ങളും ചെയ്യാത്ത കാര്യങ്ങളും ഒക്കെ എടുത്ത് പറഞ്ഞു. നല്ലത് ചെയ്തപ്പോൾ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. ഏറ്റവും കൂടുതൽ പവർ ടീമിനെ പൊരിച്ചു, അഭിഷേകിനെ നിർത്തി തൊലി ഉരിച്ചു. അത് അഭിഷേകിനെ മെൻഷൻ ചെയ്തിട്ട് കുറേ കാര്യങ്ങൾ സാബു പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വീഡിയോ ഞാൻ ഇതിന് തൊട്ട് മുമ്പ് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ താഴെ ആ വീഡിയോ ഉണ്ടാവും, അതൊന്ന് കയറി കണ്ടാൽ മനസ്സിലാവും. അഭിഷേകിനെ ഇനി ഇങ്ങനെ പറയാൻ പാടില്ലാത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഋഷിക്കും കണക്കിന് കൊടുത്തിട്ടുണ്ട്. സാബു പറഞ്ഞത് ആരോ കൊടുത്ത കീ, ആരാണ് കൊടുക്കുന്നത് കീ എന്നുള്ളത് സാബുവിനും അറിയാം, കാണുന്ന നമുക്കും അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷേ ആളുടെ പേര് പറഞ്ഞില്ല. എങ്ങനെയാണ് പറഞ്ഞത്? ആരോ കൊടുത്ത കീക്ക് അനുസരിച്ച് ചലിക്കുന്ന പാവയാണ് HR മാനേജർ എന്നുള്ളതാണ്. HR മാനേജർക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഒരാൾ പറയുന്നതിനനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരു HR മാനേജറായിരുന്നു ആ ഹോട്ടലിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് സാബു പറയുന്നത്. കാരണം അവർ ഹോട്ടലിലേക്കാണല്ലോ അതിഥിയായിട്ട് വരുന്നത്. ശ്വേതയ്ക്കും അതേ അഭിപ്രായം തന്നെയാണ്. HR മാനേജർ തീരെ പോരായിരുന്നു എന്നുള്ളത് തന്നെയാണ് സാബുവിൻ്റെയും ശ്വേതയുടെ ഒരേ അഭിപ്രായം. ഋഷി അവിടെ ഇരുന്ന് ഇങ്ങനെ ആകെ എന്താ വേണ്ടത്, ഋഷി ഭയങ്കരമായിട്ട് വലിയ കാര്യങ്ങൾ ചെയ്തു. ഋഷി അവരെല്ലാവരും കൂടെ അപ്രീഷിയേഷൻ കൊണ്ട് മൂടും, അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ നേരെ ഓപ്പോസിറ്റാണ് സംഭവിച്ചത്. ഋഷി ഇനി എനിക്ക് തോന്നുന്നത് അങ്ങ് ഇറങ്ങി പോവുമായിരിക്കും നല്ലത്. അല്ലാതെ ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങനെ മെഴുകി നിൽക്കേണ്ടി വരും. എന്തായാലും പൊളിച്ചു.